സന്തോഷായി സന്തോഷായി. സമ്മാനുണ്ട്, ഓണപ്പഴം കിട്ടി, സെറ്റ് മുണ്ട് കിട്ടി സന്തോഷം. എന്താ ഇന്നത്തെ ഒരു ഓണല്ലേ, ഇന്നത്തെ ഓണപ്പട ആഘോഷിച്ചു. അപ്പൊ ഓണപ്പടിയും കിട്ടി, സന്തോഷം. ഭക്ഷണം പിന്നെ ഓണപ്പട വാങ്ങി എല്ലാം സന്തോഷമായി, വളരെ സന്തോഷമായി. എന്ത് പറയുന്നു? എനിക്ക് സന്തോഷമായി. ഓണപ്പട കിട്ടി, ബിരിയാണി കഴിച്ചു, സംഗമം കൂടി, അതിൽ സന്തോഷമായി. ഒരുപാട് സന്തോഷമായി. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓണത്തിന് ബിരിയാണി ആയിട്ട് കിട്ടുന്നത്. ഞങ്ങൾക്ക് അതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ പാവപ്പെട്ടവർക്ക് ഒരുപാട് ഓണക്കോടികളും കാര്യങ്ങളും കൊടുക്കൊണ്ട് അതിലേറെ ഉപരി സന്തോഷമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ബിരിയാണിയൊക്കെ ഓണത്തിന്. ഓണക്കോടി ഉണ്ട്. സന്തോഷം, ഒരുപാട് സന്തോഷം. നമസ്കാരം. സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണാഘോഷത്തിലാണ് മലയാളക്കര ഇപ്പോൾ. നാടെങ്ങും ഓണാഘോഷത്തിന്റെ തകൃതിയായ ഒരുക്കങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓണാഘോഷം കവർ ചെയ്യാനാണ് ഇന്ന് നിള 24 ലൈവ് എത്തിയിരിക്കുന്നത്. നമ്മളുടെ വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 3-4 വാർഡിലെ, അതായത് കണ്ടേങ്കാവ് പ്രദേശത്തെ 2 മെമ്പർമാർ ചേർന്നിട്ട് ഓണത്തിന് ഒരു സ്നേഹവിരുന്ന് ഒരുക്കിയിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവരുടെ വീട്ടിലാണ് ഒരുക്കിയിരിക്കുന്നത്. കാര്യം ഭാര്യയും ഭർത്താവുമാണ് ഈ 2 വാർഡിലെ മെമ്പർമാര്. ഇതിനു മുൻപും ഇവരുടെ പല വാർത്തകളും നിള 24 ലൈവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനൊരു സ്നേഹവിരുന്ന് ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ആശാ വർക്കർമാർക്കും അംഗനവാടി ടീച്ചർമാർക്കും ഒക്കെ ഓണക്കിറ്റ് വിതരണം ചെയ്യും. അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മളുടെ ഈ മെമ്പർമാര്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഹുസൈൻ കെയും ഭാര്യയും ഇവിടെ വിളമ്പി കൊടുക്കുന്ന തകൃതിയായ ഒരുക്കത്തിലാണ്. അപ്പൊ ഹുസൈൻ കാ, ഇത് ഒരു ഓണ ആഘോഷമാണല്ലോ. ഓണാഘോഷമായിട്ട് നമ്മളുടെ ആശാ വർക്കർമാരെയും അംഗനവാടി ടീച്ചർമാരെയും തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹവിരുന്നാണ്. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. വൈഫ് 2010 മെമ്പർ ആയ മുതൽ തുടങ്ങിയ ഒരു ചടങ്ങാണ്. അത് ഞങ്ങളൊരു 2-3 വർഷം അങ്ങനെ കൊണ്ടുപോയി. ഒരു വസ്ത്രം മാത്രം കൊടുത്തിട്ടുള്ളത്. പിന്നെ തോന്നി ഒരു ചേർത്ത് പിടിക്കലിൻ്റെ ഒരു സമയം കൂടിയാണ് ഓണം എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യം വന്നപ്പോൾ ഞങ്ങളത് ഒരു സ്നേഹ വിരുന്നാക്കി മാറ്റി. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ പറഞ്ഞാൽ, ഇന്നിവിടെ സംസാരിച്ച കുറേ ആളുകൾ പറഞ്ഞല്ലോ, ഒരു അടിത്തട്ടിലുള്ള, നമ്മളെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ, അവരുടെ കൂടെ ഇരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക, അവർക്കൊരു വിരുന്നൊരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മനസ്സിനൊരു സമാധാനം കിട്ടുന്ന ഒരു സംഭവമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിലെ ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഇടയിലുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ടാണ് ഈ സ്നേഹവിരുന്നിനെ ഞങ്ങൾ കാണുന്നത്. കാരണം ഇതപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഈ ആളുകൾ ഞങ്ങൾ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്. അവരെ വിരുന്ന് കൂട്ടുകയാണ്. അത് ഓണത്തിനാണ് കൂട്ടുന്നത്. അതിലുള്ള ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും വലിയ മനോഹരമായ, പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഒരുപാട് ടെൻഷനുകളും ഒരുപാട് പ്രയാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഞങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന വർഷത്തിലൊരിക്കലുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. പക്ഷെ ഞങ്ങളിവിടെ ശ്രദ്ധിച്ച വേറൊരു വെറൈറ്റി കാഴ്ചയുണ്ട്. ഓണത്തിന് വിരുന്നൊരുക്കുമ്പോൾ എല്ലാവരും സദ്യയും പായസം ഒക്കെയാണ് ഒരുക്കുക. ഇവിടെ വെറൈറ്റി ആയിട്ട് ചിക്കൻ ബിരിയാണിയാണ്. എന്താണ് അതിന്റെ പിന്നിലൊരു കുട്ടൻസ്? അതിന്റെ പിന്നിലൊരു കുട്ടൻസ് ഉണ്ട്. അതെന്താ വെച്ചാല്, പ്രത്യേകിച്ച് ഇന്നിവിടെ വന്ന് ഈ സദ്യ കഴിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും അവര് ഒരു നോൺ വെജിന്റെ ഒരു താല്പര്യമുള്ള ഒരാളുകളാണെന്നുള്ള എനിക്കറിയാം. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയിട്ട് ഇപ്പം ഞാൻ തന്നെ, ഞങ്ങൾ രണ്ടാളും തന്നെ ഒരുപാട് ഓണസദ്യ കഴിച്ചു. ഒക്കെ വെജിറ്റേറിയൻ സദ്യ ആയിരുന്നല്ലോ. അപ്പോൾ ഇത് അവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ, അത് അവർക്കും ഒരു നല്ലതാണ് എന്നുള്ളത് തോന്നിയിട്ട് അതാണ് ഈ നോൺ വെജിലേക്ക് ഈ സദ്യ ഒരുക്കാൻ കാരണം. അപ്പൊ കഴിക്കുന്നവരെ മനസ്സറിഞ്ഞിട്ടാണ് വിളമ്പുന്നത്. തീർച്ചയായിട്ടും മനസ്സറിഞ്ഞത്. അവർക്ക് അതേ പറഞ്ഞ ഇതിൻ്റെ കൂടെ ഒരു പായസം കൂടി വെച്ചത് എന്താണ്, സദ്യയുടെ കൂടെ പായസം ഉണ്ടാവും. അപ്പോൾ നമ്മളെ ബിരിയാണിയുടെ കൂടെയും പായസം ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ്. അതൊരു സന്തോഷമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരിതാണ്. ഓരോരുത്തർ സംസാരിച്ചൊക്കെ നിങ്ങൾ കേട്ടല്ലോ. പിന്നെ വലിയൊരു സന്തോഷമാണ് പൊതുപ്രവർത്തന രംഗത്തുള്ള നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇതിപ്പോൾ മാതൃകയാക്കിയിട്ട് ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് കണ്ടു. അതിൽ വലിയ സന്തോഷമുണ്ട്. 3-ാം വാർഡ് മെമ്പർ ഹുസൈൻ കണ്ടേങ്കാവ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ ഭാര്യ 4-ാം വാർഡ് മെമ്പർ സക്കീന ഹുസൈൻ നമ്മളോട് സംസാരിക്കും. എന്താണ് ഈ ഒരു സ്നേഹവിരുന്നിനെ കുറിച്ച് പറയാനുള്ളത്? അത് ഞങ്ങൾ 10-15 വർഷമായി സ്നേഹവിരുന്ന് ഒരുക്കൽ തുടങ്ങിയിട്ട്. അതിൽ ഇന്നാണ് നല്ല സന്തോഷമായത്. ഭക്ഷണം കൊടുത്തിട്ട് അതിൽ ഏറെ സന്തോഷമുണ്ട്. 2010 മുതൽ ഇവര് ഈ ഒരു സ്നേഹവിരുന്ന് ഇവരുടെ ഈ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ആശാ വർക്കർമാർക്കും നമ്മളുടെ ടീച്ചേഴ്സിനൊക്കെ വേണ്ടി ഒരുക്കുകയാണ്. ഇതാ അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. നമുക്ക് ഈ കഴിക്കുന്നവരുടെ അഭിപ്രായം ചോദിക്കാം. എന്താണ് ഈ സ്നേഹവിരുന്നിനെ കുറിച്ച് പറയാം? നല്ല അഭിപ്രായം വരുന്നത്. ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇവരെ സഹകരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വർഷവും ഇവരെ സഹകരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്.
എന്താ ഇന്നലെ സ്നേഹവിരുന്ന് നല്ല അഭിപ്രായങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്, ഓണത്തിന് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സന്തോഷമായി ഗ്രാമപഞ്ചായത്തിലെ മറ്റ് മെമ്പർമാരൊക്കെ ഹുസൈൻകാടെ ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്ത് പറയുന്നു? നിങ്ങളുടെ ഒരു മെമ്പറാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു 2010 മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു സ്നേഹവിരുന്നാണ്. എന്ത് പറയും? വളരെ സന്തോഷം ഇന്നത്തെ ഹുസൈനിക്കാരുടെയും ഷക്കീൻ താത്തയുടെയും ഈ സ്നേഹവിരുന്നിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇവർ ഞങ്ങൾക്ക് ഒരു മാതൃക തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങളൊക്കെ ഇവരുടെയൊക്കെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ ചെറിയ തോതിലെങ്കിലും ഓണം ആഘോഷിച്ച് തുടങ്ങിയത് ഇവരുടെ മാതൃകയൊക്കെ പിന്തുടർന്നിട്ടാണ്. രണ്ടാൾക്കും ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബഷിറ സാബിറുണ്ട്. എന്ത് പറയും? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ചൈതന്യ മെമ്പർ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഭരണസമിതിയിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ ഞങ്ങളും ഹുസൈൻക്ക് അതിന് മുന്നേ നടത്തിയിരുന്നത് കണ്ടിട്ട് തന്നെയാണ് ഞങ്ങളും ഈ ഒരു വഴിയിൽ വന്നത്. അപ്പോൾ ഹുസൈൻകാക്ക് ഇനി വരും വർഷങ്ങളിലും ഒക്കെ ആരോഗ്യവാനായിട്ട് തന്നെ ഈ ഒരു സ്നേഹവിരുന്ന് നടത്താൻ കഴിയട്ടെ എന്നുള്ളത് കൂടെ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അപ്പോൾ സന്തോഷത്തിന്റെ മറ്റൊരു ഓണം കൂടിയും ഹുസൈൻ കണ്ടേങ്കാവിന്റെയും ഭാര്യ സെക്കീന ഹുസൈന്റെയും വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണക്കോടിയും ഭക്ഷണമൊക്കെ ഒരുക്കി തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആശാ വർക്കർമാരെയും അതുപോലെ തന്നെ അംഗനവാടി ടീച്ചർമാരെയും ഒക്കെ സന്തോഷിപ്പിച്ച് വലിയൊരു ആഘോഷമായിട്ടാണ് ഈ ഓണം ഇവർ ആഘോഷിക്കുന്നത്. ഇതൊരു മാതൃകാ പ്രവർത്തനമായിട്ട് മറ്റ് ജനപ്രതിനിധികളും ഏറ്റെടുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നീള 24 ലൈവിന് വേണ്ടി ക്യാമറാമാൻ രാഹുലിനൊപ്പം രഹ്ന തബ്സം. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും, സാരികൾക്കായി വൻ ഓഫറുകൾ, ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ, കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ, സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ, കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.